സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ പ്രതിസന്ധി തുടരുകയാണ്. ശ്വേതാ മേനോനെതിരെ ആഞ്ഞടിച്ച് ഒരു വിഭാഗം നടിമാർ രംഗത്ത് വന്നു. ശ്വേതയുടെ നേതൃത്വത്തിലുള്ള അമ്മ ഭരണസമിതിയുടെ രാജി സാമ്പത്തിക ക്രമക്കേട് മൂലമെന്ന് നടി അൻസിബ ഹസൻ ആരോപിച്ചു. അവർ വെച്ച കണക്കുകൾ ജനറൽ ബോഡി അംഗീകരിച്ചിട്ടില്ല. തുടർന്നാണ് പുതിയ ആളുകളെ വെച്ച് അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചത്. തന്റെ പരാതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വിളിച്ചിരുന്നു. എന്നിട്ടും എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറായില്ലെന്നും അൻസിബ ആരോപിച്ചു. ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ രാജിവെച്ചു പോയ കമ്മിറ്റി, ആ കമ്മിറ്റി അഡ്ഹോക്ക് കമ്മിറ്റി ആക്കാത്തതിന്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പൊ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡ്ഹോക്ക് കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ലോജിക്കലി ഒരിക്കലും ജനറൽ ബോഡി അങ്ങനെ ചിന്തിക്കില്ല. അതാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ആ കമ്മിറ്റിയെ തന്നെ വീണ്ടും അഡ്ഹോക്ക് കമ്മിറ്റി ആക്കാതിരുന്നത്. അമ്മയുടെ കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് പല ദുരനുഭവങ്ങളും ഉണ്ടായെന്ന ആരോപണവുമായി വിവിധ താരങ്ങൾ രംഗത്ത് വന്നു. അൻസിബ ഹസനും ഉഷ ഹസന, മാല പാർവതി, മായ വിശ്വനാഥ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. അൻസിബയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അൻസിബയെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അപമാനിച്ചുവെന്നും രമേഷ് പിഷാരടി പേഴ്സണലായി സംസാരിച്ച ഓഡിയോ പുറത്തുവിട്ടത് കുറ്റകൃത്യമാണെന്നും നടി ഉഷ ഹസീനെ ആരോപിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭാരവാഹികളെ ഞങ്ങൾ അംഗങ്ങളും എല്ലാവരും തന്നെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷേ അവർ അമ്മയിലെ അംഗങ്ങളായ ഈ 500 ശിഷ്ടം ആൾക്കാർക്കും ഒരു രീതിയിലുള്ള അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു രീതിയിലും അവർ പ്രവർത്തിച്ചിട്ടില്ല. അവർ ചെയ്തത് അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും മറ്റു ചില അജണ്ടകൾ നടപ്പാക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തികളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് പിന്നെ അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, രണ്ടുപേരും രണ്ട് ചേരിയിലായിട്ട് നിന്ന് രണ്ടുപേർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ തമ്മിൽ പിരിപ്പിച്ച് അവരുടെ കൂടെ രണ്ടുപേരുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകളും ചെളിവാരിയറിയലും എന്തൊക്കെയോ നടന്നു. അതൊക്കെ ഞങ്ങളെ പോലുള്ള അംഗങ്ങൾ അറിയുന്നത് തന്നെ മീഡിയയിലൂടെയാണ്. അവര് കഴിഞ്ഞ ദിവസം ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ് അദ്ദേഹം, വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിഷാരടി സംസാരിച്ചത് മാത്രമാണ് മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ഈ വീഡിയോ അവർ പറയുന്നു, ആ ഓഡിയോയിൽ തന്നെ പറയുന്നു എല്ലാ വീഡിയോ ക്ലിപ്പും ഉണ്ട്, എല്ലാ ഓഡിയോ ക്ലിപ്പും ഉണ്ട്. അപ്പൊ സംസാരിച്ചവരുടെയൊക്കെ അതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. പ്രത്യേകിച്ച് ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോയ ആളാണ്. പല സാഹചര്യത്തിൽ പലർക്കും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അവരോട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് എന്താ പറയുക, ഭീഷണി പോലെ അത് എന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന രീതിയും ശരിയല്ല. തീരുന്നില്ല, വലിയ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഇവർ. പ്രത്യേകിച്ച് അദാനി കമ്പനിയിൽ നിന്നും 15 കോടി രൂപ BJP നേതാവ് വഴി നേടിയെടുക്കാൻ ശ്വേത ശ്രമിച്ചു എന്നടക്കമുള്ള വലിയ ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, കോടതി ശ്വേതയ്ക്ക് അനുകൂലമാണ്, പക്ഷേ സംഘടനയിൽ നിന്നും വലിയ എതിർപ്പുണ്ട്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം ഇതാണ്. എന്തായാലും ശ്വേത താൻ രാജിവെച്ച് പോയിട്ടില്ല, തിരികെ വരുന്നു എന്നതാണല്ലോ വാദം. ഇതേ തുടർന്നാണ് ഇപ്പോൾ കോടതി അവർക്ക് അനുകൂലമായി പറയുന്നത്. എന്താണ് ശ്വേത ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട്? ഒപ്പം തന്നെ ഈ മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയെടുക്കാൻ ശ്രമിച്ചു എന്ന ആക്ഷേപം നേരെയുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുകളൊക്കെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? സജിത്ത്, പ്രധാനമായും ശ്വേത മേനോൻ ഈ ജനറൽ ബോഡിക്ക് ശേഷമാണ് അമ്മയിൽ നിന്നും ഈ
പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നുവെന്ന് ആദ്യം ഞാനും എൻ്റെ അംഗങ്ങളും രാജിവെക്കുന്നുവെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത്. അത് കണക്ക് ചോദിച്ചപ്പോഴാണ് എന്നാണ് ജനറൽ ബോഡിയിൽ കണക്ക് വ്യക്തമാകാതെ വന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നും അത് ക്ലിയറായ കണക്ക് കൃത്യമായി അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് പ്രാഥമിക അംഗത്വം കൂടി വെക്കുന്ന സാഹചര്യത്തിലേക്ക് പോയതുമെന്നാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ ആളുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതേസമയം മിനിറ്റ്സ് ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അതായത് ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല നൽകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോഴൊന്നും മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിരുന്നില്ല. ശ്വേത മേനോനും മറ്റംഗങ്ങളും രാജിവെച്ചിരുന്നു, അല്ലെങ്കിൽ രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചപ്പോഴും അതിൽ ഈ പറയുന്നത് പോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ ഇമെയിൽ ഉൾപ്പെടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖാമൂലം ഉൾപ്പെടെയുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല ഈ മിനിറ്റ്സ് ബുക്കിൽ ഇത് രേഖപ്പെടുത്താനുള്ള സാഹചര്യം അവർ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മിനിറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രധാനമായും സാമ്പത്തിക ക്രമക്കേട് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഭരണസമിതിക്ക് സാമ്പത്തിക ക്രമക്കേട് ഉന്നയിക്കുകയാണ്. അത് തെളിയിക്കാൻ അല്ലെങ്കിൽ ഈ ഭരണസമിതി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കണക്കുകൾ ടാലിയാകാതെ വരുന്ന സാഹചര്യം പല ഘട്ടത്തിലുമുണ്ടായി. അതിനെതിരെയാണ് ജനറൽ ബോഡി പ്രതികരിച്ചത്. ജനറൽ ബോഡിയുടെ ആവശ്യമായിരുന്നു അഡ്ഹോക് കമ്മിറ്റി എന്നുള്ളത്. പ്രത്യേകിച്ചും അമ്മ നടത്തിവരുന്ന കാര്യങ്ങൾക്ക് മുടക്കുണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് പോയത്. പക്ഷെ അവർ നേരത്തെ മോഹൻലാൽ അധ്യക്ഷനായിരുന്ന സാഹചര്യത്തിൽ ആ കമ്മിറ്റി പിരിച്ചുവിടുമ്പോഴും അഡ്ഹോക് കമ്മിറ്റിയായി തുടർന്ന് അതേ കമ്മിറ്റി തന്നെയായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായി തുടർന്ന് അതേ കമ്മിറ്റി തന്നെയായിരുന്നു അഡ്ഹോക് കമ്മിറ്റി തുടർന്നിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി അൻസിബ ചൂണ്ടിക്കാട്ടുന്നത് ആ കമ്മിറ്റിയിൽ ആർക്കുമെതിരെ ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കമ്മിറ്റിയിൽ അതായിരുന്നില്ല. ഈ കമ്മിറ്റി സ്വയം രാജിവെച്ചൊഴിയുകയാണ് എന്ന് പറഞ്ഞത് തന്നെ ഇത്തരത്തിലുള്ള കണക്കുകൾ ബോധ്യപ്പെടുത്താൻ ആകാതെ വന്ന സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ സജിത്ത് സൂചിപ്പിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ BJP ബാന്ധവം, പ്രത്യേകിച്ചും കൊച്ചിയിലെ പ്രമുഖ BJP നേതാവ് കൂടിയായ പത്മജ എസ് മേനോനാണ് ഇത്തരത്തിലൊരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയൊരു ഇന്റർവ്യൂവിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. അദാനിയിൽ നിന്നും 15 കോടി രൂപ ഈ അമ്മയിലേക്ക് കൊണ്ടുവരാമെന്ന് കരാർ ശ്വേത മേനോൻ ഉറപ്പിച്ചത്. അത് CSR ഫണ്ട് വഴിയോ മറ്റേതെങ്കിലും തരത്തിലോ കൊണ്ടുവരാമെന്ന് ഉറപ്പിച്ചിരുന്നു. അത് അമ്മയിലുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ചും ഒരു സ്ത്രീ ഇത്തരത്തിലൊരു വലിയ സംഖ്യ അമ്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അതിന് വിഘാതം വരുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാതെയുള്ള തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അൻസിബ ഹസൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത് ദല്ലാൾ നന്ദകുമാറിന്റെ കയ്യിൽ നിന്നും ഫണ്ട് കൈപ്പറ്റുന്ന സാഹചര്യത്തിൽ 1 കോടി രൂപയായിരുന്നു ദല്ലാൾ നന്ദകുമാറിന്റെ കയ്യിൽ നിന്നും ആദ്യത്തെ ഡീൽ. അങ്ങനെയായിരുന്നു. അതിനുശേഷം അത് കരാറിൽ വന്നപ്പോൾ 75 ലക്ഷമായി. 25 ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളതിന് കണക്കില്ല. അല്ലെങ്കിൽ അത് എങ്ങനെയാണ് 25 ലക്ഷം രൂപ കുറഞ്ഞത് എന്ന കാര്യത്തിൽ കണക്കില്ല. പക്ഷേ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുടെയും ഒക്കെ ഫണ്ടുകൾ ഇതിലേക്ക് വാങ്ങുമ്പോൾ ഉണ്ടാകുന്നത് അന്ന് അൻസിബ ചൂണ്ടിക്കാട്ടിയതാണ്. പള്ളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ മതപരമായുള്ള മറ്റു സംഘടനകൾ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള സാഹചര്യം വഴിയൊരുക്കുകയാണ്. അതാണ് അതാകാം ഒരുപക്ഷെ അൻസിബയ്ക്കെതിരെ ഇത്തരത്തിൽ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള അല്ല ജിഹാദി എന്നുള്ള വിളി ഉൾപ്പെടെയുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് എന്നാണ് അൻസിബ കണക്കാക്കുന്നത്. എന്തായാലും വലിയ പ്രശ്നങ്ങളാണ്, വലിയ പൊട്ടിത്തെറിയാണ്. പ്രത്യേകിച്ചും സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്വേതാ മേനോനും സംഘവും ശ്രമിക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണോ അവർ തിരിച്ചു വരാൻ ഒരുങ്ങുന്നത്? അവർ തന്നെ നിരുപാധികം രാജി പ്രഖ്യാപിച്ച് പുറത്തിറങ്ങിപ്പോയതാണ്. ഇപ്പോൾ വീണ്ടും അഡ്ഹോക് കമ്മിറ്റി ഒരുപക്ഷെ അഡ്ഹോക് കമ്മിറ്റി ആയി അവർ തന്നെ തുടരുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നിരിക്കാം. അതല്ലെങ്കിൽ ആരെങ്കിലും അവരെ തിരിച്ചു വിളിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്ര ദിവസം വെയിറ്റ് ചെയ്തത്. പക്ഷേ അതുണ്ടായില്ല. അത് ജനറൽ ബോഡിയുടെ തീരുമാനമാണ്. അതുണ്ടായില്ല. ശ്വേതാ മേനോനും സംഘവും തുടരുന്നതിൽ ജനറൽ ബോഡിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു വ്യക്തമായിരുന്നത്. പ്രത്യേകിച്ചും ഏകാധിപത്യ ഭരണമായിരുന്നു. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങൾ, അതുമൂലമുണ്ടായിട്ട പ്രശ്നങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല അംഗങ്ങൾ സഹിക്കേണ്ടി വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് 4 നടിമാരും ഉന്നയിച്ചത്. പലതവണയും കണക്കുകൾ ടാലിയാവാതെ വന്ന സാഹചര്യം, പലതവണയും ഈ കണക്കുകൾ ബോധ്യപ്പെടുത്താതെ പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സാമ്പത്തികമായി വലിയ ക്രമക്കേടാണ് ഈ ഭരണസമിതിക്ക് മേലെ ആരോപിക്കുന്നത്. അത് തെളിയിക്കാതെ അവർ തുടരുന്നത് സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ഈ BJP അജണ്ട നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണോ അൻസിബ ഹസനെതിരെ ഇത്ര വലിയ ഒരു ആരോപണങ്ങളുമായി മുന്നോട്ട് ഈ അമ്മ സംഘടനയിലെ ആൾക്കാർ വന്നതും അതിൻ്റെ പരാതി അന്വേഷിക്കാൻ അൻസിബ നൽകിയിരിക്കുന്ന പരാതി അന്വേഷിക്കാൻ കൂട്ടാക്കാത്ത സാഹചര്യം ഉണ്ടായതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതും ഈ സിനിമ പോലത്തെയുള്ള ഒരു സെക്യുലർ സ്പേസിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതും എന്നുള്ളതാണ് ആരോപണം. അതിൽ ഇത്തരത്തിൽ BJP അജണ്ടയുണ്ടോ, സംഘപരിവാർ അജണ്ടയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരാൻ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും പത്മജ മേനോന്റെ വീഡിയോ ചൂണ്ടിക്കാട്ടിയാണ് മാല പാർവതി 15 കോടി രൂപയുടെ ആരോപണം ഉന്നയിക്കുന്നത്. സജിത്.